ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പർ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നോ കോസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു സ്വീറ്റ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പുറമേ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ വരുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ ബേസ് പാർട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിൻ്റെ സൈഡിൽ വരുന്ന ചെറിയ പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ബേസ് പാർട്ടിൻ്റെ കോർണർ ഒന്ന് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് കോർണേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ബോക്സ് തന്നെയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രിൻറ്റഡ് പേപ്പറോ നല്ലൊരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു നെറ്റിൻ്റെ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് പേപ്പർ എൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ തന്നെയാണ്, അത് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബേബി ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താലായിരിക്കും കൂടുതലും കൂടെ അട്രാക്റ്റീവ് ആവുക. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ ഇതുപോലെയാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ബോട്ടം പാർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലും സൈഡ് പോർഷൻ ഇതുപോലെയുമാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ബേസ് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ലിഡിൻ്റെ പോർഷൻ ആ ഒരു സൈസിലേക്കൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിലേക്കുള്ള ഷീറ്റും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പീസ് നമ്മൾ ആ ഒരു സെയിം പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷീറ്റ് നമ്മൾ നീറ്റ്ലി കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പോർഷൻ നമ്മുടെ ബേസിലേക്കൊന്ന് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് തന്നെ സെയിം പ്രിൻറ്റഡ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു നെറ്റ് പീസാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഫ്രോക്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ് നെറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റൊക്കെ റീയൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികളതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെറുതാവുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഡാമേജ് വരാണ്ട് നമ്മൾ വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ആ നെറ്റൊക്കെ നമുക്ക് ഈ ഒരു പർപ്പസിന് റീയൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു 45 റുപ്പീസിനൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള നെറ്റ് പീസൊക്കെ പെർ മീറ്റർ 45 ഒക്കെ വരുന്ന പീസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു നെറ്റാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത്. സോഫ്റ്റ് നെറ്റൊക്കെ എടുക്കുന്നതായിരിക്കും കൂടുതലും കൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എൻ പോർഷൻ ഹെം ചെയ്തിട്ടുള്ള എൻ പോർഷൻ പുറത്തേക്കും ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ ഉള്ളിലേക്കും ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 സൈഡും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചെറിയ പ്ലേറ്റ്സ് വരുന്ന രീതിയിലും കൂടിയിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്.
ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു നെറ്റ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വശത്തോട് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിലേക്കോ സെൻട്രൽ പോർഷനിലേക്കോ ഒന്നും അതിൻ്റെ നെറ്റ് പീസ് ആവാണ്ട് സൈഡ് പോർഷനിൽ തന്നെ വരുന്ന രീതിയിലും ചെറിയ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള രീതിയിലുമാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഓരോന്നും ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ച് ടോയ്ലറ്ററീസ് അതുപോലെ തന്നെ ഡ്രസ്സാണ് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോരോന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് ഓരോ ഐറ്റം പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഫുൾ ബാസ്ക്കറ്റ് വെച്ചിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് ഡ്രസ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സൈഡിലായിട്ടും മുകളിലായിട്ടും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലായിട്ടുമാണ് ഡ്രസ്സ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ മാത്രം നമ്മൾ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഫ്രണ്ട് വരുന്ന രീതിയിലാണ് ലീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഗിഫ്റ്റ് ഐറ്റവും നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു നെറ്റ് ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് പിടിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു റിബണൊക്കെ വെച്ചിട്ടൊന്ന് ടൈ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു റിബൺ വെച്ചിട്ടാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് കളേഴ്സിലുള്ള പേപ്പർ വെച്ചിട്ടും അതുപോലെ നെറ്റൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള റിബൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു എലഗൻ ലുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ 2 റിബൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടൈപ്പ് ആവാനും നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ക്ലോസിങ്ങും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ബേബി നെയിം ടാഗും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നെക്ക് പോർഷനിൽ തന്നെ അതും കൂടെ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിന്ന് നോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ DIY വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഈസി വേ ഓഫ് ഗിഫ്റ്റ് ഹാമ്പർ മേക്കിംഗ് ആണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.